സോണിയ പരിവാറിലെ മരുമകൻ റോബർട്ട് വാദ്രയ്ക്കെതിരെ ED ഡൽഹി കോടതിയിൽ ഒരു കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. ഭൂമി ഇടപാടിൽ നടത്തിയ അഴിമതിയും കള്ളപ്പണം വെളുപ്പിക്കലും ആണ് കുറ്റപത്രത്തിൽ ആരോപിക്കപ്പെടുന്നത്. എന്താണ് സാർ, വാദ്ര അഴി എണ്ണുമോ? വാസ്തവത്തിൽ കഴിഞ്ഞ ദിവസം നമ്മൾ സഞ്ജയ് ഗാന്ധിയെക്കുറിച്ച് അടിയന്തരാവസ്ഥ കാലത്ത് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റ ദോഷങ്ങളെക്കുറിച്ചൊരു ചർച്ച ചെയ്തു. പെരുമാറ്റ വൈകല്യങ്ങളെക്കുറിച്ചും അത് എല്ലാ അർത്ഥത്തിലും അത് ശരിയാണ്. പിന്നെ അപ്പോൾ ആ സമയത്ത് അദ്ദേഹം ഇന്ദിരാഗാന്ധിയെ പോലും മറികടന്നുകൊണ്ടൊരു സൂപ്പർ പ്രൈം മിനിസ്റ്ററായി. അതെ, അദ്ദേഹത്തിന് പിന്നെ ഒരു ഗ്യാങ്ങും കൊണ്ടുണ്ടായിരുന്നു. അംബിക സോണി, റുക്സാന സുൽത്താന എന്നിവരടങ്ങിയ ഒരു വലിയൊരു ഗ്യാങ്ങും. അവരുടെ സഹായത്തോടു കൂടിയാണ് ഒരു കാളക്കുട്ടനെ പോലെ ഇവിടെ നടന്നുകൊണ്ട്. അന്നൊരു സ്വാമി ഉണ്ടായിരുന്നു ഇന്ദിരാഗാന്ധിക്ക് ഉപദേഷ്ടകനായിട്ട്, റാസ്കുട്ടനെ പോലെ. സ്വാമിയുടെ യോഗയൊക്കെ പഠിപ്പിക്കുകയും പരിശീലനം കൊടുക്കുകയും ചെയ്ത ഒരു വാഗജാനുബാഹുവായിട്ടുള്ള സ്വാമിയാണ്. അല്ലാതെ നമ്മുടെ രാംദേവിനെ പോലുള്ള സ്വാമിയൊന്നുമല്ല, ഒന്നൊന്നര സ്വാമിയാണ്. കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു വലിയൊരു അതെ, ഒരു എന്താ പറയുന്നത്, ബൊഹീമിയൻ ബുദ്ധപ്രതിമ പോലുള്ള ഒരു സംഭവമാണ്. ഷാജാനുബാഹു, ആകാരസൗഷ്ടവും എല്ലാം ഉള്ള ഒരു സ്വാമി. കാളസ്വാമി എന്നാണ് അപരനാമധേയം. ശരിക്കുള്ള നാമധേയം ഇപ്പോൾ ആർക്കും ഓർമ്മയുണ്ടെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ വന്നിരിക്കുന്ന കേസെന്ന് പറയുന്നത് ഒന്നൊന്നര കേസാണ് കേട്ടോ. ഈ റോബർട്ട് വാദ്ര ഇനി അടുത്ത പ്രധാനമന്ത്രിയാകാനിരിക്കുകയാണ്. പ്രധാനമന്ത്രി മത്സരം ഇപ്പോൾ അതിന് കുടുംബത്തിനകത്ത് ഭാര്യ വയനാട് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാനും മത്സരിക്കാൻ തയ്യാറായിട്ട് റായ്ബറേലി മത്സരിക്കാൻ പോയതാ, അത് കഴിഞ്ഞ് അമേത്തി മത്സരിക്കാൻ പോയതാ. ജനങ്ങൾ എന്നോട് ആവശ്യപ്പെടുന്നു, പിന്നെ ഞാനെന്ത് ചെയ്യും? എനിക്കിതൊന്നും താല്പര്യമില്ല. ഏത് ജനം എന്ന് ചോദ്യമുണ്ട്. റിയൽ എസ്റ്റേറ്റ് ആണ് എനിക്ക് താല്പര്യം എങ്കിലും എനിക്ക് ജനങ്ങൾ എന്താ സംഭവം അറിയാം. അതിന്റെ കേസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക, സത്യമെല്ലാം പുറത്താവും. അപ്പോൾ ഒരു രാഷ്ട്രീയ പരിവേഷം ഉണ്ടെങ്കിൽ ആ സ്വാധീനം, ആ ക്ലൗട്ട് ഉപയോഗിച്ച് രക്ഷപ്പെടാമെന്നുള്ളതാണ്. ഇപ്പോൾ വന്നിരിക്കുന്നത് വലിയ ഭീകരമായ വെളിപ്പെടുത്തലാണ്. സഞ്ജയ് ഗാന്ധിയെക്കുറിച്ച് ഷാ കമ്മീഷനൊക്കെ പുറത്തു കൊണ്ടുവന്ന വിവരങ്ങളെക്കാൾ വളരെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണിപ്പോൾ ഈ കേസിലിപ്പോൾ അന്വേഷിക്കുന്ന ED കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് സഞ്ജയ് ഭണ്ഡാരി എന്ന് പറയുന്ന ആയുധക്കള്ളക്കടത്ത് കച്ചവടക്കാരനും ആ ബ്രോക്കറും ഒക്കെ ആയിട്ടുള്ള ദലാളുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഇപ്പോൾ നമ്മൾ അറിയുന്നത് 37.64 കോടി, ലക്ഷമല്ല 4 കോടി രൂപയ്ക്കുള്ള 43 സ്വത്തുക്കൾ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ കൂടി നടത്തിയതായിട്ട് ഉള്ള തെളിവ് കുറ്റപത്രത്തിൻ്റെ സഹായത്തോടു കൂടി ഡൽഹി കോടതിയിൽ ഇപ്പോൾ സമർപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കോടതിയിൽ സമർപ്പിക്കുമ്പോൾ ഉത്തരവാദിത്വത്തോടെ കൊടുക്കണമല്ലോ. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ EDയെ പിടിച്ചിട്ട് കുടയുമല്ലോ. അതെ, അപ്പോൾ ഇത് നടന്നിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പം ഇയാളുടെ മറുപടി എന്താ? ഇങ്ങനെ നടന്നിട്ടില്ലെന്ന് പറഞ്ഞിട്ടില്ല. ഇയാൾ പറയുന്നത് ഇത് രാഷ്ട്രീയ പകപോക്കലാണ്, അങ്ങനെ പറഞ്ഞ എന്നെ വേട്ടയാടുകയാണെന്നാണ് പുള്ളി പറയുന്നത്. സാറേ, ഈ നേരത്തെ പറഞ്ഞ 37.64 കോടി രൂപയുടെ വസ്തുക്കൾ ജപ്തി ചെയ്തിരിക്കുകയാണ്. അത് അറ്റാച്ച് ചെയ്ത് കോടതിയിൽ ജപ്തിയല്ല, അറ്റാച്ച് ചെയ്തിരിക്കുക, കോടതിയിൽ കണ്ടുകെട്ടിയിരിക്കുക. അതാണ് കണ്ടുകെട്ടിയിരിക്കുക. അത് പിന്നെ ഷിക്കോപൂർ എന്ന് പറയുന്ന ഹരിയാനയിലെ സ്ഥലം, ഗുരുഗ്രാമിൽപ്പെട്ട ആടാണ് ഷിക്കോപൂർ എന്ന് പറയുന്ന സ്ഥലം. അവിടെ ഗുരുഗ്രാം എന്ന് പറഞ്ഞാലേ ആളുകൾക്ക് അറിയാം, ഷിക്കോപൂർ എന്ന് പറഞ്ഞാൽ അറിയില്ല. 10 വ്യക്തികളുടെ വാദ്രയ്ക്കെതിരെ ഉള്ള 10 വ്യക്തികളുടെ തെളിവുകളാണ് സമർപ്പിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ നമ്മുടെ പത്രങ്ങളിലൊന്നും വാർത്ത വന്നിട്ടില്ല, എന്തോ നെഹ്റു കുടുംബത്തിനുള്ള ബഹുമാനം കൊണ്ടായിരിക്കും. പക്ഷേ ജനയുഗം എന്ന അതിൻ്റെ ലീഡ് സ്റ്റോറി ആയിട്ട് കൊടുത്തിരിക്കുന്ന ഈ കാര്യം, ജനയുഗം പത്രം, ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ CPIയുടെ മുഖപത്രം 1-ാം പേജിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായിട്ട് അത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കള്ളപ്പണം വെളുപ്പിക്കലാ. എങ്ങനെയെന്ന് എനിക്ക് തോന്നുന്ന ഒരു സംശയം കൂടി, ഒരു കാര്യം കൂടി, ഇതിന്റെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുക. ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന PTI ആണ്. PTIയുടെ വാർത്തകൾ വിശ്വസിക്കാം, പക്ഷെ പത്രങ്ങൾ അത് കൊടുത്തിട്ടില്ല. നെഹ്റു കുടുംബത്തെ സഹായിക്കുകയാണ് കേരളത്തിലെ പത്രങ്ങൾ, അങ്ങനെ സേവനം കൂടെ ചെയ്യുക. സാർ, ഒരു സംശയം പറഞ്ഞോട്ടെ. എനിക്ക് തോന്നുന്നു ഇത് റോബർട്ട് വാദ്രയ്ക്കെതിരെ നിരവധി അന്വേഷണങ്ങൾ നടന്നെങ്കിലും ഇത് ആദ്യമായിട്ടാണ് ഒരു കുറ്റപത്രം. ആദ്യത്തെ സംഭവം. ഇതുവരെ ചോദ്യം ചെയ്യലേ കഴിഞ്ഞ ദിവസവും 3 ദിവസം തുടങ്ങി. ഇപ്പോൾ സാർ ഇപ്പോൾ പറഞ്ഞ ഈ ഗുരുഗ്രാമിലെ ഷിക്കോപൂറിലെ ഈ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ ഈ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ 3 ദിവസം ഇദ്ദേഹത്തെ തുടർച്ചയായിട്ട് ചോദ്യം ചെയ്തു. കഴിഞ്ഞ ദിവസം അന്ന് വലിയ വാർത്തയായി. ഇദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ നിലവിളിക്കുന്നുണ്ടായിരുന്നു. ഭാര്യ ഒപ്പം കൂടെ ഉണ്ടായിരുന്നു. ED വിളിപ്പിച്ചപ്പോൾ, EDയുടെ ഓഫീസിൽ ഇയാൾ വന്നപ്പോൾ കൂടെ ഭാര്യ പ്രിയങ്ക വാദ്ര MP ഉണ്ടായിരുന്നു. പേടിപ്പിക്കാൻ വേണ്ടി MP ആണല്ലോ. അതെ, ഉദ്യോഗസ്ഥന്മാരെ വരട്ടാൻ വേണ്ടിയിട്ടാണ്.
അപ്പോൾ ആ കേസ് ശരിക്കും ഇത് ആദ്യമായിട്ടാണ് വാദ്രയ്ക്കെതിരെ ഒരു കുറ്റപത്രം കോടതിയിൽ വരുന്നത്. ഇതുകൂടാതെ അന്ന് കോൺഗ്രസ് ആണ്, ഗെഹ്ലോട്ടാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് രാജസ്ഥാനിൽ ഈ ഇടപാട് നടന്ന സമയം 2008 ബെക്കാനീറില്, ആ സമയം അതായത് പറയാം, ഇടപാട് നടക്കുമ്പോൾ ബെക്കാനീറിലെ മിഥുന എന്നുള്ള സ്ഥലത്തും ഇതുപോലുള്ള കള്ളത്തരം നടന്നിരുന്നു. അതായത് ഭൂവിനിയോഗ ചട്ടം ലംഘിച്ചു. അത് രാജസ്ഥാനിലാണ്. അതെ, രാജസ്ഥാനിൽ ഭൂമി വാങ്ങിക്കുക, എന്നിട്ട് അത് സ്റ്റാമ്പ് ഡ്യൂട്ടി പ്രകാരം അങ്ങനെ 40 ലക്ഷം രൂപയോളമാണ് അത് വെട്ടിപ്പ് നടത്തിയത്. സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ വസ്തുവിൻ്റെ വില കുറച്ച് കാണിക്കുക, കൊടുക്കുന്ന വസ്തുവിൻ്റെ. അപ്പോൾ നമ്മുടെ ഡ്യൂട്ടി വളരെ കുറച്ച് കൊടുത്താൽ മതി. എന്നിട്ട് വിനിയോഗ ചട്ടം ലംഘിച്ചുകൊണ്ട് കൃഷിക്കായിട്ട് ഉപയോഗിക്കണമെന്നുള്ളതാണ്. ആ ചട്ടം ലംഘിച്ചുകൊണ്ട് റിയൽ എസ്റ്റേറ്റ് ആയിട്ട് വിൽക്കുക, നിയമം ലംഘിച്ചുകൊണ്ട്. ആരെയും പേടിക്കണ്ടല്ലോ, കോൺഗ്രസിന്റെ കയ്യിലല്ലേ ഭരണം. അങ്ങനെ സ്റ്റേറ്റിന്റെ ആണ്. ഹരിയാന ഭരിച്ചിരുന്നതും കോൺഗ്രസ്, ഭൂപീന്ദർ സിംഗ് കൂടെ. രജിസ്ട്രേഷൻ വകുപ്പ് സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിലല്ലേ. അപ്പൊ അതും വെട്ടിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ്സാണ് നടത്തിയിരിക്കുന്നത്. സാറേ, ഈ കുറ്റപത്രത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ഏതാണ്ട് 7-8 കോടി രൂപയ്ക്ക് വാങ്ങിച്ച വസ്തു പിന്നീട് അത് 4 വർഷത്തിന് ശേഷം 2012 പിന്നെ 58 കോടി രൂപ, 60 കോടി രൂപയ്ക്ക് അടുത്താണ് അത് കൈമാറ്റം ചെയ്തത്. അന്ന് കൃഷിഭൂമിയാണ്, വാങ്ങിക്കുമ്പോൾ കൃഷിഭൂമി, മാജിക് വാദ്രയുടെ മാജിക്കൽ റിയലിസം കൊണ്ട് അത് പ്ലോട്ടുകളായിട്ട് വിൽക്കുകയാണ്. അതെ അതെ, ഇതാണ് കൃഷി ചെയ്ത് ഇന്ത്യയിലെ ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കേണ്ട സ്ഥലങ്ങൾ മുഴുവൻ പിടിച്ചെടുത്തിട്ട് ഈ നെഹ്റു കുടുംബം അത് പണമാക്കി മാറ്റുകയാണ്. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ പറയുന്ന പ്രോപ്പർട്ടിയുടെ പേര് ഓംകാരേശ്വർ പ്രോപ്പർട്ടി. അവരിൽ നിന്നാണ് വാങ്ങിച്ചത്, ഞാൻ മനസ്സിലാക്കുന്നത്. ഓംകാരേശ്വറിൽ നിന്ന് വാങ്ങിച്ചിട്ട് 3.5 കോടിക്ക് വാങ്ങിച്ചിട്ട് 58 കോടി രൂപയ്ക്ക് അത് DLFന് വിറ്റു, അല്ലേ? DLFന് വിറ്റു ഈ ലാൻഡ് എന്നുള്ള ഭൂമി അത് തന്നെ. പക്ഷേ അതിന്റെ 4 വർഷം കൊണ്ട് എത്ര ഇരട്ടിയാണ് വാങ്ങിച്ചത്. അത് ഗവൺമെന്റ് സഹായിക്കാൻ ഏതാണ്ട് 10 ഇരട്ടിക്ക് അടുത്ത്, ഒരു 8-9 ഇരട്ടി വർദ്ധിച്ചിരിക്കുകയാണ്. അതെ, ഭൂവിനിയോഗ പ്രകാരം നമ്മളൊരു ചട്ടം ലംഘിച്ച് സംസ്ഥാന ഗവൺമെന്റ് നടപടിയെടുക്കണ്ട. ഹരിയാനയിലും രാജസ്ഥാനിലും അക്കാലത്ത് ഭരിച്ചുകൊണ്ടിരുന്നത് കോൺഗ്രസ് ഗവൺമെന്റുകളാണ്. അപ്പൊ അവരുടെ തണലിൽ നടത്തിയ തീവട്ടിക്കൊള്ള, ആവർത്തിക്കട്ടെ, തീവട്ടിക്കൊള്ളയാണ് ഈ റോബർട്ട് വാദ്ര എന്ന് പറയുന്ന പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് കാണിച്ചത്. എന്ന് മാത്രമല്ല, പ്രിയങ്ക ഗാന്ധിക്കെതിരെ കേസുണ്ട്, നാഷണൽ ഹെറാൾഡ് കേസ്. സോണിയ പരിവാറിന് മുഴുവനും ഇപ്പൊ നെഹ്റു കുടുംബം പണ്ട് ജയിലിലായിരുന്നു സ്വാതന്ത്ര്യം നേടാൻ. ഇന്നിപ്പോ അഴിമതി കേസിൽ ഇപ്പൊ ഇവരെല്ലാം കൂടെ ജയിലില് കൂട്ടത്തോടെ പോകുന്ന ലക്ഷണമാണ്. അമ്മയും മക്കളും മരുമകനും ഒക്കെ. അതാണ് അത് ദേശസ്നേഹം കളഞ്ഞും സ്നേഹത്തിന്റെ കട തുറന്ന് വിദ്വേഷത്തിന്റെ കട തുറന്നും ഒക്കെ മോദിയെ എങ്ങനെയെങ്കിലും പല്ലും നഖവും ഉപയോഗിച്ച് ഇല്ലാതാക്കിയാൽ ജയിൽവാസം ഇല്ലാതാക്കാമെന്നുള്ളതാണ് നെഹ്റു കുടുംബത്തിന്റെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് ഇന്ത്യ മുന്നണി രൂപീകരിച്ചത്. അതിനുവേണ്ടിയാണ് DLF പ്രോപ്പർട്ടി രൂപീകരിച്ചത്. അഴിമതി നടത്താൻ DLF പ്രോപ്പർട്ടി രൂപീകരിച്ചെങ്കിൽ ഇന്ത്യ മുന്നണിയിലെ ഒരു കക്ഷി തന്നെയാണല്ലോ 1-ാം പേജിൽ ഈ വാർത്ത അടിച്ചിരിക്കുന്നത്. ഒരു കക്ഷിയുടെ പത്രം നോക്കൂ, അവരെങ്ങനെ തന്ത്രപൂർവ്വം മോദിയെ പുറത്താക്കാൻ ഇന്ത്യ മുന്നണി രൂപീകരിച്ചു, അതുപോലെ തന്നെ കള്ളപ്പണം വെളുപ്പിക്കാൻ DLF പ്രോപ്പർട്ടി റോബർട്ട് വാദ്ര രൂപീകരിച്ചു. ഇതാണ് ഈ കേസിനകത്തുള്ള മർമ്മം. വളരെ കൃത്യമായിട്ട് പിന്നെ ഭൂമി ഇടപാടിലൂടെ കിട്ടിയ അഴിമതി പണം വെളുപ്പിച്ചെടുക്കാൻ അവർ ശ്രമിച്ചു. അതിന്റെ തെളിവുകളാണ് ഇപ്പോൾ ED കുറ്റപത്ര സഹിതം കോടതിയിൽ കൊടുത്തിരിക്കുന്നത്. കോടതി കൊടുത്ത ഉത്തരവാദിത്വപൂർവ്വമായിരിക്കുമല്ലോ. ഇനി അത് വെറും ഒരു രാഷ്ട്രീയ പകപോക്കൽ ആർക്കെങ്കിലും എണ്ണും എന്ന കാര്യത്തിൽ ഒരു മറുപടിയില്ല ഗാന്ധി കുടുംബത്തിന്. നാഷണൽ ഹെറാൾഡ് കേസിലോ ഇതിലോ യാതൊരു മറുപടിയില്ല. കോൺഗ്രസ്സുകാരൻ വലിയ ത്യാഗം അനുഭവിച്ച നിലവിളിക്കുന്നു, വേട്ടയാടുന്നു, EDയെ വിട്ട് വേട്ടയാടുന്നു, ഇങ്ങനെയുള്ള ഞാൻ ഇരയാണേ, ഞാൻ പാവമാണേ, അമൂർത്തമായിട്ടുള്ള വാക്കുകളല്ല, അതിനപ്പുറം യാതൊന്നുമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.